തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്നും ഉണ്ടായില്ല. മുസ്ലിംസാണ് പോളറൈസ് ചെയ്തത്. മുസ്ലിം വോട്ടിൻ്റെ ഏകീകരണം ഭയങ്കരമായിട്ടുണ്ടായി. മറ്റു സമുദായങ്ങളൊന്നും ഏകീകരിച്ചിട്ടില്ല. BJP വേണ്ടത്ര നേട്ടം ഉണ്ടാക്കിയിട്ടില്ല ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ മുസ്ലിം സ്വത്വവാദമാണ് കേരളത്തിൽ വളർന്നു വരുന്നത്. പക്ഷേ ഇതാരും പറയുന്നില്ല. നമുക്ക് ഒരു ഓപ്പണായിട്ട് പറയാൻ പറ്റും. കാരണം നമ്മളെ സംബന്ധിച്ച് ഞാനൊരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സാധനങ്ങൾക്കാരും നമുക്കിത് പറയാൻ ആരും പേടിക്കേണ്ടിയില്ല. ഈ മുസ്ലിം സ്വത്ത് രാഷ്ട്രീയത്തെ നിങ്ങളിവിടെ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് വർഗീയമായിട്ട് പോളറൈസ് ചെയ്യപ്പെടുകയും അടുത്തത് ഈ പറയുന്ന പോലെ BJP ഒക്കെ തന്നെയായിരിക്കും ഇവിടെ അധികാരത്തിൽ വരിക. അത്തരത്തിലുള്ളൊരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആയിരിക്കും പിന്നീട് ഇവിടെ വരിക. സജി ചെറിയാൻ പറഞ്ഞ സംഭവം, സജി ചെറിയാൻ പറഞ്ഞത് രണ്ട് വർഗീയതയെ ഏറ്റുമുട്ടുമ്പം അതിൻ്റെ ഇടയിൽ മിഡിൽ ഗ്രൗണ്ട് എടുക്കുന്ന സെക്കുലറായി നിൽക്കുന്ന ആളുകളെ സ്പേസ് കിട്ടുന്നില്ല. കാരണം ഇവർ രണ്ടുപേരും പരസ്പരം പോരടിച്ചിട്ട് ഇവർ രണ്ടുപേരും കളം നിറക്കുകയാണ്. സെക്കുലറായിട്ട് ചിന്തിക്കുന്ന ലെഫ്റ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഇവിടെ പിന്നെ സ്പേസേ ഇതായി പോകുന്ന സാഹചര്യങ്ങൾ ചില പോക്കറ്റുകളിലെങ്കിലും വന്നു തുടങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മൊത്തം സംസ്ഥാനത്തിലേക്ക് വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. അത് നമ്മൾ ജാഗ്രത പാലിക്കണം എന്നൊരു സംഗതിയാണ്. പക്ഷെ അത് അപ്പോഴേക്ക് മലപ്പുറം എന്നുള്ള പേരെടുത്തിരുന്നു. ഇത് മുസ്ലിംസിനെതിരിൽ പറയുന്നതാണ്, ഇത് വർഗീയതയാണ്, ഇത് BJPയുടെ അതേ ഭാഷയാണ്, ഇത് RSSൻ്റെ അതേ ഭാഷയാണ്, ഇത് സംഖ്യയാണ്, ഇത് ഹിന്ദുത്വയാണ് എന്ന് പറഞ്ഞിട്ട് അതേ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഒരു മോഡസ് ഓപ്പറandi നമ്മൾ നോക്കേണ്ടത്. ഇവർ ഇരവാദത്തിലൂടെയാണ് വളരുക അവിടെ ഇവിടെ. എന്നാൽ ഇവർ ഇരകൾക്ക് വേണ്ടി ഒന്നും ചെയ്യയില്ല. ഇവർക്ക് എല്ലാ സ്വാധീനമുണ്ട്, സാമ്പത്തികമുണ്ട്, പറഞ്ഞ പോലെ മീഡിയ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർ ഒതുക്കിയിട്ട് ഇവർ തന്നെ മുന്നേറുവാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ കേരള സൊസൈറ്റിയിലുണ്ടാവും. അപ്പോൾ അതാണ് ഇടത് ഹിന്ദുത്വം എന്നുള്ളൊരു നരേറ്റീവൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി. അതാണ്. അതിൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അവിശ്വാസം കുത്തി നിറക്കുക, എന്നിട്ട് സെക്യുലർ പ്ലാറ്റ്ഫോമുകൾ ഇവർ തകർക്കുക, എന്നിട്ട് ഇവിടെ വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾ സൃഷ്ടിക്കുക. അങ്ങനെ രാഷ്ട്രീയം പോവുക. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുക? ഇവർക്ക് രണ്ടുപേർക്കും അതായത് വിഭജന രാഷ്ട്രീയം കളിക്കുക, വിഭജിച്ച് നിർത്തുക. ഇവരുടെ അധികാരവും മറ്റ് സമ്പത്തും ഇവർ കേന്ദ്രീകരിക്കുക. ആ ഒരു ലക്ഷ്യമാണ് ഇവർക്കുള്ളത്. വളരെ എവിഡൻ്റ് ആണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം എത്രത്തോളമാണ് മുസ്ലിം ലീഗിലേക്കും അതുപോലെ UDFിലേക്കും വന്നിട്ടുള്ളത് എന്നുള്ളത്. അത് അവരുടെ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണോ മാധ്യമം എന്നൊരു പത്രം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്തത്, അവരുടെ ഒരു ബൗദ്ധിക സ്വാധീനം വളർത്തിയത്, അതേ മോഡസ് ഓപ്പറാണ്ടി ഉപയോഗിച്ചുകൊണ്ട് അവർ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇടപെടൽ തുടങ്ങിയാണ്. അതിനവർ ആദ്യമായിട്ട് കണ്ടത് മുസ്ലിം ലീഗിനെയാണ്. അപ്പം മുസ്ലിം ലീഗിനെ കംപ്ലീറ്റ്ലി അവർ ബൗദ്ധികമായിട്ട് ഹൈജാക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് മുസ്ലിം ലീഗ് വഴി UDFിലേക്കും ആ സ്വാധീനം വളർത്തുക എന്നുള്ളതാണ്. അതവർ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മാധ്യമം പത്രം വളർത്താൻ വേണ്ടി അവർ ഉപയോഗിച്ച ഒരുപാട് ടാക്ടിക്സ് ഉണ്ട്. ഇപ്പം മുസ്ലിംസ് അല്ലാത്ത ആളുകളെ എഡിറ്റർ പൊസിഷനുകളിലേക്ക് വെക്കുക, അവരുടെ ഒരു സെക്യുലർ ഫേസിനെ ഉപയോഗപ്പെടുത്തുക, അതുപോലെ ദളിത് ആദിവാസി പ്രേമം നടിക്കുക, ഇത്തരം സംഭവങ്ങളൊക്കെ. എന്നാൽ ആവശ്യം കഴിയുമ്പോൾ എന്നിട്ട് അവരെ ഒഴിവാക്കുന്ന സമയമാണ്. ഇപ്പം സണ്ണി M കബിക്കാടിൻ്റെ ഒരു സംഭവം നമ്മൾ കണ്ടല്ലോ. അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കും എന്ന് അവസാന നിമിഷം വരെ പറഞ്ഞ് ലിസ്റ്റ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരില്ല. അതൊക്കെ ഒരു ജമാഅത്തെ ഇസ്ലാമി മോഡസ് ഓപ്പറാണ്ടി ആ ഒരു ബൗദ്ധിക കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന അതേപോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മുസ്ലിങ്ങളിൽ കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ഇസ്ലാമൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിനൊരു എതിർപ്പ് ലീഗിനകത്ത് നിന്ന് തന്നെ വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. പക്ഷേ അതിനൊരു വോയിസ് ഇല്ല. അതൊന്നാമത് കുറച്ച് സുന്നി അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളല്ല. അവരൊരു വളരെ പ്രായമായിട്ടുള്ള ക്ലറിക്സ്, ഇവരൊക്കെയാണ് അതിനെക്കുറിച്ച് ശബ്ദമുയർത്താനുള്ളത്. കാരണം ഒന്നാമത് അവരൊരു സ്പിരിച്വൽ ട്രഡീഷണൽ അങ്ങനെ ഒരു ഒച്ചപ്പാടിൻ്റെ ആളല്ല. ഇപ്പോൾ നമ്മൾ ഇത് പറയുമല്ലോ, രാജ് കമൽജ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റർ ഒരിക്കൽ പറയുണ്ടായി, ബാഡ് ജേർണലിസം മേക്സ് എ ലോട്ട് ഓഫ് നോയ്സ്, ഗുഡ് ജേർണലിസം നോയ്സ് ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ ഗുഡ് ജേർണലിസം ഇല്ല എന്നല്ല എന്നും ആ പറഞ്ഞ പോലെയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകൾ അവർക്ക് ഭയങ്കരമായിട്ടൊരു ഗ്ലോബൽ ക്യാപിറ്റലിൻ്റെ ഒക്കെ ഒരു സഹായം ഉള്ളത് കൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് കാഷറിയും അവർക്ക് എല്ലാ ക്യാപിറ്റലിസത്തിൻ്റെ എല്ലാ സാധനം ഇതൊരു സാമ്രാജ്യത്വ പ്രോഡക്റ്റ് ആണല്ലോ ഈ സംഭവം, ഒരു ബൈ പ്രോഡക്റ്റ് ആണെന്ന് പറയാമല്ലോ ഇത്തരം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ആണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവരിത് കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് ഇതൊക്കെ അറിയുന്നതുകൊണ്ട് മറ്റവർക്ക് എന്ത് ചെയ്യില്ല, ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ അവർക്കൊരു വോയിസ് ഇല്ല പലപ്പോഴും. ഇപ്പോൾ മുസ്ലിമിൽ നൂർബിന റഷീദ് പറയുന്ന ഒരു സംഭവം, അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിലൊരു ഐഡിയോളജി വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക സ്വാധീനം വർക്ക് ചെയ്യുന്നുണ്ട്. നൂർബിന അതിനെ പ്രഷർ പൊളിറ്റിക്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഒരു ഐഡിയോളജിയും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നൂർബിന പറയുന്നത് മറ്റേ ഫാത്തിമ തഹില എന്ന് പറഞ്ഞ കുട്ടിയുടെ കാൻഡിഡേച്ചറിനെ പറ്റിയിട്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക വിങ്ങുകളായിട്ട് എനിക്കറിയില്ല, ഉണ്ടോ അത്തരത്തിലൊരു വിങ്? പക്ഷേ മുസ്ലിം ലീഗിന് അത്തരത്തിലൊരു വിങ് ഉണ്ട്, ഹരിത എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയാണ്? എല്ലാവർക്കും മഹിളാ കോൺഗ്രസ് ഉണ്ട്, ഇല്ലെങ്കിൽ മഹിളാ ലീഗ് ഉണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേകം, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ മോഡസ് ഓപ്പറാണ്ടിയാണ്. അവരാണ് SIO എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് ഉണ്ടാക്കുന്ന പോലെ തന്നെ GIO ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതേ പാറ്റേണിലേക്ക് മുസ്ലിം ലീഗിലേക്ക് ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് അവരുടെ സ്വാധീനത്തിൽ ഉണ്ടായ ഒരു സംഘടനയാണ് ഹരിത എന്ന് പറഞ്ഞത്. എന്നിട്ട് അവർ മീഡിയ അവരുടെ മാധ്യമ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കുട്ടികളെ വളർത്തിയെടുക്കുകയാണ്.
അവരുടെ സ്പോൺസേർഡ് സംഭവങ്ങളാണ് ഈ സംഭവം. എന്നിട്ട് അവർ രാഷ്ട്രീയത്തിലേക്ക് വളർത്തിക്കൊണ്ട് അതിനുവേണ്ടി അവർ പണം എറിയും, ഇതുപോലെയുള്ള പ്രഷർ ടാക്ടിക്സുകൾ ഉപയോഗിക്കും, എല്ലാ സംഭവങ്ങളും ഉപയോഗിക്കും. അപ്പോൾ അത് നൂർബിനെയൊക്കെ പറയുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് മൊത്തം മുസ്ലിം ലീഗിനെ തന്നെ അട്ടിമറിക്കുകയാണ്, അത് ഇസ്ലാമിനെ തന്നെ അട്ടിമറിക്കുന്നു എന്നുള്ള രീതിക്കാണ് അവിടുത്തെ ഈ സുന്നി ക്ലറിക്സും ട്രഡീഷണൽ സ്പിരിച്വൽ ഇസ്ലാമിൻ്റെ ആളുകളും അതിനെ കാണുന്നത്. അപ്പോൾ ഇത് എന്നാൽ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ഇതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ശരിക്കും ജേർണലിസമൊക്കെ നമ്മൾ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന് പറയുമ്പം ശരിക്കും ഈ ട്രഡീഷണൽ സ്പിരിച്വൽ ഇസ്ലാമിൻ്റെ വോയിസാണ്, അവരാണ് മെജോറിറ്റി. ഇതൊരു മിനിസ്ക്യൂൾ മൈനോറിറ്റിയാണ്. അവർ പവർ കൈയടക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ സാമ്പത്തിക കാര്യങ്ങളും അവരുടെ ഈ മീഡിയകളിലുള്ള അവരുടെ വിസിബിലിറ്റിയും എല്ലാ സംബന്ധിച്ചുകൊണ്ട് വലിയൊരു പവർഫുൾ ശക്തിയാണത്. അവർക്ക് എല്ലാ അർത്ഥത്തിലുള്ള ശക്തിയുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ഈ മെജോറിറ്റി വരുന്ന സുന്നി ആയിട്ടുള്ള അധികം വോയിസ് ഇല്ലാത്ത ആളുകൾ അവർ സപ്രസ് ചെയ്തുകൊണ്ട് അധികാരം കയ്യിലെടുക്കുകയാണ്. അത് കാണുക, അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളുടെ മീഡിയയിലോ നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് ഇൻ്റലിജൻസിയൊക്കെ പറ്റുന്നില്ല. ലെഫ്റ്റ് ഇൻ്റലിജൻസിയൊക്കെ ഇത് പറ്റുന്നില്ല. കാരണം അവരതിനൊരു ലിബറൽ ആസ്പെക്റ്റിലൂടെയാണ് കാണുന്നത്. പക്ഷെ അതിൽ ലിബറൽ സാധനം അല്ല അതിൽ വർക്ക് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ അത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു സംഭവമാണ്. അതിന് ഒരുപാട് നാട്യങ്ങളാണുള്ളത്. അത് ക്രൂക്കഡാണ്. അത് മെജോറിറ്റി വരുമ്പോഴാണ് അവരത് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുക. അതുവരെ അത് കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ളവർക്കായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക. കാരണം ഇത് വരുന്ന ഒരു ഫണ്ടമെൻ്റലിസത്തിലും കൂടെയാണ്. അപ്പോൾ അത് കമ്മ്യൂണിറ്റിക്ക് അകത്ത് അത് ഭയങ്കരമായിട്ടുള്ള ഒരു എതിർപ്പ് അതിൽ വരും. ഇപ്പോൾ കമ്മ്യൂണിറ്റി രണ്ട് അർത്ഥത്തിലും, കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ലിബറലായിട്ട് ചിന്തിക്കുന്ന ആളുകളും ഇതിനെ എതിർക്കും, ഓർത്തഡോക്സ് എന്ന് നമ്മൾ പറയുന്ന ഒരു ട്രഡീഷണൽ സ്പിരിച്വൽ ഇസ്ലാമിൻ്റെ ആളുകളും ഇതിനെ എതിർക്കും. പക്ഷേ ഈ രണ്ട് സാധനത്തെയും ലിബറൽ ആളുകൾ നിങ്ങൾ ലിബറലാന്ന് പറഞ്ഞിട്ട് അവർ സൈഡ് ലൈൻ ചെയ്യും, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളയും. ഓർത്തഡോക്സ് ആളുകൾ നിങ്ങൾ ഇതാന്ന് പറഞ്ഞിട്ട് അവർക്ക് വോയിസ് ഇല്ലാത്തതുകൊണ്ട് അവരെ മാധ്യമ സ്വാധീനവും പണത്തിൻ്റെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് അവർ സപ്രസ് ചെയ്യും. പക്ഷേ ഇത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കേരള സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പോകുന്നൊരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തന്നെ നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള സെക്യുലർ ഫാബ്രിക്കിനെ കീറി മുറിക്കുന്നൊരു സംഗതിയാണ്. ഇത് പറയുന്നത് ഞാനല്ല, ഇത് പറയുന്ന ആളുകളെ അവർ സംഘി എന്ന് വിളിക്കും, CJP എന്ന് പറയും. അപ്പോൾ ഇത്തരം സാധനങ്ങളിലേക്ക് അവർ കൊണ്ടുവരിക ചെയ്യുന്നത്. പക്ഷേ ഇത് പറയുന്നത് നമ്മൾ പോലും അല്ല, ഇത് പറയുന്ന ആളുകൾ കോർ ബിലീവേഴ്സാണ്. മുസ്ലിംസിൻ്റെ ഇടയിലുള്ള വിശ്വാസികളായിട്ടുള്ള സാധാരണക്കാരും അവരുടെ അകത്തുള്ള പണ്ഡിതന്മാരുമാണ് ഈ സംഗതി പറയുന്നത്. പക്ഷെ അവർക്കിത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഇത് പറയുമ്പം എന്തോ BJP വരുന്നു എന്നുള്ള എന്തോ ഒരു ഭീതി സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്തരമുള്ള ആളുകളെ ഇതിലേക്ക് കൂട്ടാണ്. ഇതിപ്പോൾ ഒരു ക്വിക്ക് ഗെയിൻ മുസ്ലിം ലീഗിന് ഉണ്ടാക്കിയേ പറ്റിയേക്കാം. കാരണം ഒരു വർഗീയതയുടെ ഒരു ലാഞ്ചനയും ഒരു സ്വത്ത് രാഷ്ട്രീയവും ഒക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ സമീപ ഭാവിയിൽ തന്നെ മുസ്ലിം ലീഗിനെ നാമാവശേഷമാക്കുന്ന ഒരു സാധനമാണ്. ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ഇവർ ഇതിനെ ഹൈജാക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഒരു ജനറൽ പബ്ലിക് ഇത് റിയലൈസ് ചെയ്യുന്നില്ല. കാരണം ഇതിലൊരു കോർപ്പറേറ്റ് മണിയും മീഡിയയുടെ ഒരു സ്വാധീനവും അതിൻ്റെ ഒരു സൗന്ദര്യവും എല്ലാത്തിലും മധുരത്തിൽ പൊതിഞ്ഞുകൊണ്ട് വരുന്നൊരു സാധനമാണ്. പക്ഷേ ഇത് സമീപ ഭാവിയിൽ തന്നെ ഇത് കോമൺ പബ്ലിക്കും ഇതിനെ തിരിച്ചറിയുകയും അപ്പോഴേക്ക് ഇത് ഉണ്ടാക്കിയിട്ടുള്ള സൈലൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വർഗീയ ചേരിതിരിവിനെ, നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ കീറി മുറിച്ചതിൻ്റെ ഒരു മുറിവുകൾ അപ്പോഴേ കാണാൻ തുടങ്ങുള്ളൂ. അപ്പോഴേക്ക് വളരെ വൈകി പോയിട്ടുണ്ടാവും. ഇത് ആളുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞ് തടഞ്ഞില്ലെങ്കിൽ വലിയ പ്രോബ്ലം. അത് ഈ ഇലക്ഷനിൽ തന്നെ അതിനെതിരുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ, ഞാനൊരു ഇന്ന പാർട്ടി എന്നുള്ള രീതിയിലൊന്നും അതിനെ കാണുന്നില്ല. ഇപ്പം പിന്നെ നമുക്ക് മുസ്ലിം ലീഗിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൻ്റെ ഇതിലാണെങ്കിലും ലീഡേഴ്സൊക്കെ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇതൊരു സാമ്രാജ്യത്വത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. ഇത് കൊണ്ടുവരുന്നത് വർഗീയതയാണ്. അതിപ്പം മധുരത്തിൽ പൊതിഞ്ഞാണുള്ളത്. അത് പ്രത്യേകിച്ച് യുവാക്കളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളിലാണ് ഇത് ഇൻജെക്റ്റ് ചെയ്തിട്ടുള്ളത്. അത് മാധ്യമത്തിൻ്റെയും മീഡിയ വണിൻ്റെയും സ്വാധീനം അതിൽ ഭയങ്കരമാണ്. മാത്രമല്ല അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു പാർട്ടി എന്ന രീതിക്കല്ല, ഈ ഒരു പ്രവണതയെ നമ്മൾ തടുത്തില്ലെങ്കിൽ അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നുള്ളതാണ്. സെക്യുലർ ഫോഴ്സ് കേരളത്തിലില്ല എന്നുള്ളൊരു നറേറ്റീവ് കേരളത്തിൽ രണ്ട് കൂട്ടരാണ് പറയുന്നത്. ഒന്ന് BJPയും ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയും അനുസരിച്ചിട്ടുള്ളത്. BJP പറയുന്നത് ഇവ ഫേക്ക് സെക്യുലേഴ്സ് ആണ്. മറ്റൊരു പറയുന്നത് ഇത് സംഘീകരിക്കപ്പെട്ട പാർട്ടികളാണ്. CPM എന്ന് പറയുന്നത് ഒരു ഹിന്ദു പാർട്ടിയാണ് എന്ന് നിരന്തരം ഇവര് നടത്തുന്ന ഈ ഒരു പ്രചരണം മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു വിശ്വാസം നേടുന്നില്ലേ? അതെ, അതൊരു ഭയങ്കര മിസ്ട്രസ്റ്റ്, അവിശ്വാസം ഉണ്ടാക്കുകയാണ് ലെഫ്റ്റിനെതിരിൽ. അത് ലെഫ്റ്റിന് ഇവിടെ തകർക്കുക എന്നുള്ള ആരുടെ അജണ്ട എന്നുള്ളതും കൂടെ നോക്കണം. അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അതായത് BJPയുടെയും RSSന്റെയും അജണ്ട അത് തന്നെ, ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട അത് തന്നെ. ലെഫ്റ്റിന് ഇവിടെ ഇല്ലായ്മ ചെയ്യുക. അതവർ രണ്ട് സൈഡിൽ നിന്നും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പണി. ഈ മാധ്യമം മീഡിയ വൺ ഇവരുടെ ഒരു ജിഹ്വ, ഇതിനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പം അതിൽ അവർക്ക് ലെഫ്റ്റുമായിട്ട് ചേർന്നുകൊണ്ടാണല്ലോ ഇവരൊരു സമൂഹത്തിൽ അവരൊരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്നത്. ലെഫ്റ്റിനെ സംബന്ധിച്ച് അവർക്ക് ഇതിൽ ഒരുപാട് കോമൺ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഒരുപാട് ഇഷ്യൂസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പരിസ്ഥിതി വിഷയങ്ങളിൽ, സാമ്രാജ്യത്വം വിഷയം, പലസ്തീൻ വിഷയം, ഈ വിഷയങ്ങളൊക്കെ ലെഫ്റ്റും ഉയർത്തുന്നുണ്ട്,
ഇവർക്കും അതിൽ സ്റ്റേക്ക് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഏകദേശം ഒരേ സംഭവങ്ങൾ തന്നെ പറയുന്നതുകൊണ്ട് കോമൺ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ഒരു സമയത്ത് ഇവർക്ക് സ്വീകാര്യത കിട്ടി തുടങ്ങി സമൂഹത്തിൽ എന്ന് കണ്ടപ്പം അവർ ലെഫ്റ്റിനെ മാറ്റിയിട്ട് അവരുടെ തനി സ്വഭാവം, തനി റൈറ്റ് വിങ് സ്വഭാവം, വലതുപക്ഷ അതിതീവ്ര വലതുപക്ഷ സ്വഭാവം അവരെടുത്തു തുടങ്ങി എന്നുള്ളതാണ്. ഇത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ഇറാനിൽ എടുത്തു നോക്കുക, ഇറാനിൽ കമ്മ്യൂണിസ്റ്റ് ചിന്തകരാണ് ഇറാൻ റവല്യൂഷന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ സഹായം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ റവല്യൂഷൻ കിട്ടി ഭരണത്തിലെത്തിയപ്പോൾ അവർ അതിനൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് മാറ്റുകയും ഫണ്ടമെൻ്റലിസ്റ്റ് രീതിയിൽ ഇതാക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അവർ. അപ്പോൾ എന്നിട്ട് ലെഫ്റ്റിനെ തന്നെ, കമ്മ്യൂണിസ്റ്റുകളെ തന്നെ അവർ കൊന്നൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ലെഫ്റ്റിന് എല്ലായിടത്തും കിട്ടുന്ന പണിയാണ്. കേരളത്തിലും ഇതേ പണി ലെഫ്റ്റിന് കിട്ടി എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഒരു സ്പേസ് കേരളത്തിൽ ഉണ്ടാക്കുന്നവരെ ലെഫ്റ്റിൻ്റെ കൂടെ നിന്നു. അതിനുശേഷം അവർ ലെഫ്റ്റിനെ തൊഴിച്ച് മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ഗ്ലോബൽ ക്യാപിറ്റലും സാധനവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റിനെ തന്നെ ആക്രമിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവരുടെ സോളിഡാരിറ്റി എന്ന് പറഞ്ഞ ഒരു ഔട്ട്ഫിറ്റ് ഇതാക്കിയാണ്. അവർ ഓരോ സമയത്ത് ഓരോ പേരിൽ ഓരോ ഔട്ട്ഫിറ്റ് ലോഞ്ച് ചെയ്യും. അത് അഭിമന്യു കൊല്ലപ്പെടുന്നതിന് മുമ്പ് അഭിമന്യു തന്നെ പറഞ്ഞു ഇവർ പല പേരുകളിൽ വരും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അഭിമന്യുടേതായിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റേ ഫ്രാറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ട് സംഘടന വരുന്നു. അപ്പോൾ അവർ ആ പല പേരുകളിൽ വന്ന സ്ഥാനത്തെയാണ് ഇപ്പോൾ അവരെന്ത് ചെയ്തത്, മുസ്ലിം ലീഗിലേക്കും UDF-ലേക്കൊക്കെ നുഴഞ്ഞു കയറുന്ന സ്ഥാനത്തിലേക്ക് വന്നു. അതാ പറഞ്ഞാൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിയിട്ടോ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടോ നമുക്ക് അവരെ വിലയിരുത്താൻ കഴിയില്ല. നമ്മൾ അവരുടെ മോഡസ് ഓപ്പറാൻഡി നോക്കിയിട്ടേ നമുക്ക് അവരെ വിലയിരുത്താൻ കഴിയുള്ളൂ. സോളിഡാരിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള യുവ സംഘടനയായിട്ട് വന്ന് അതിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ മാധ്യമം മീഡിയ വണ്ണിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യത്തിലേക്ക് എത്തിയ ശേഷമാണ് ഈ ഒരു മാറ്റം വരുന്നത്. അത് പല മാറ്റങ്ങളാണ്. അപ്പോൾ അത് വന്നതിന് ശേഷം ഇതൊരു റൈറ്റ് വിങ് സ്വഭാവം ആയതുകൊണ്ട് അതിൽ പറഞ്ഞ പോലെ അഴിമതി വരും, നെപ്പോട്ടിസം വരും, സ്വജനപക്ഷാതം വരും, അവരുടെ കുടുംബ ബന്ധുക്കളായാൽ ഇതാക്കാൻ തുടങ്ങും. കാരണം ഇതൊരു സാമ്രാജ്യത്വത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അതിലുണ്ടാവും. അപ്പോൾ ആ സംഭവം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ ഇടത് ഹിന്ദുത്വം എന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് ഇടതുപക്ഷത്തിൽ അവിശ്വാസമാണെന്ന് ഇടതുപക്ഷത്തിനെ കാലിട്ട് തൊഴിക്കണമെന്ന് പറയും. ഇത് രണ്ടും വേർതിരിച്ച് കാണാൻ പറ്റില്ല. ഇത് ഒരേ ഇതിൻ്റെ തന്നെ ഒരുമിച്ച് കൂട്ടി വായിക്കേണ്ട സംഗതിയാണിത്. അപ്പം ഈ സംഗതിയാണ് മാധ്യമത്തിലേക്ക് ഇപ്പോൾ തൊഴിലാളി പ്രശ്നം ഇവരുടെ മാധ്യമത്തിൽ ഇതിലൊക്കെ വരുന്ന ഒക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ സോളിഡാരിറ്റി ടീം ഇത് വന്നു. അവർക്ക് മറ്റൊരു സംഗതി പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയതയുടെ എലമെൻറ്റ് അവരിൽ അതിരൂക്ഷമായിട്ട് വരാൻ തുടങ്ങി. അത് ഞാൻ കാണുന്നൊരു സംഭവം നമ്മൾ നമുക്ക് ഇവരുടെ തന്നെ തൊഴിലാളികൾ പറയുന്നൊരു സംഭവമാണ്. സോളിഡാരിറ്റി ഇതാക്കിയപ്പോൾ നാദാപുരത്തെ ഒരു ലോബിയാണ് ഈ മാധ്യമ മീഡിയ വണ്ണിൻ്റെ കൺട്രോളിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ മാധ്യമ മീഡിയ വണ്ണിൻ്റെ എഡിറ്റോറിയൽ ആണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും അത് കൺട്രോൾ ചെയ്യുന്നത് നാദാപുരത്തെ ലോബിയാണ്. ഇപ്പോൾ നാദാപുരത്ത് നമുക്കറിയാം കാലങ്ങളായിട്ടൊരു ക്ലാസ് സ്ട്രഗിൾ നടക്കുന്നതാണ്. അവിടെ ഈ പറഞ്ഞുള്ള വർഗീയ സംഘർഷങ്ങളും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ വർഗീയത്തിൻ്റെ ഒരു ചെറിയൊരു അംശം അതിലുണ്ടെങ്കിൽ പോലും അത് ക്ലാസ് ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. അതിനൊരു വർഗ സ്വഭാവമാണ് അതിനുള്ളത്, വർഗീയതയേക്കാളും. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചാണ്. ഞാൻ നേരത്തെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ അതേക്കുറിച്ച് ഒരു ദീർഘമായിട്ടൊരു ലേഖനമൊക്കെ എഴുതണം, അവിടെ പോയിട്ട് അന്വേഷണം നടത്തിയിട്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഹിസ്റ്ററിയൊക്കെ വായിച്ചാണ്, ഒരുപാട് വർഷങ്ങളുടെ സ്റ്റേഷൻ ഹൗസ് ഹിസ്റ്ററി. ടിപ്പു സുൽത്താൻ്റെ ഒക്കെ കാലം തൊട്ടേ അവിടെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ അധികവും അപ്പർ കാസ്റ്റ് ആളുകളാണ്. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഒരു കാസ്റ്റ് ആംഗിൾ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ തീയ കമ്മ്യൂണിറ്റിയിലുള്ളവരും മുസ്ലിംസും. കാരണം അവർ ശരിക്കും മുസ്ലിം എന്നുള്ള കമ്മ്യൂണൽ ആംഗിളിലല്ല, ഒരു കാസ്റ്റ് ആംഗിളിലാണ് അവിടെ ഇത് വരുന്നുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഭയങ്കരമായിട്ടുള്ള ഗൾഫ് ബൂം വന്നു. ഗൾഫ് ബൂം വന്നപ്പം ഈ പറഞ്ഞ പോലെ ഇവരുടെ മുസ്ലിംസ് ഭയങ്കര ഹ്യൂജ് മണിയും സാധനങ്ങളും അതിൻ്റെ ഒരു അസമത്വം അവിടെ ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നത്. പക്ഷെ അതോടൊപ്പം ഗൾഫ് ബൂമിൻ്റെ കൂടെ തന്നെ വന്ന ഈ സംഭവങ്ങളാണ് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു സാധനം. അപ്പോൾ അതിന് കൂടുതലായിട്ട് കമ്മ്യൂണൽ ആംഗിൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് NDF ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത് തന്നെ. അതാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടും മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് രൂപാന്തരപ്പെട്ട് വരുന്നത്. അപ്പോൾ അവിടുന്നാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലാസ് എലമെൻ്റ് ഉള്ള, ക്ലാസ് ക്യാരക്ടർ ഉള്ള ഒരു സ്ട്രഗിളിനെ ഇപ്പം കുറേ കാലങ്ങളായിട്ട് അവിടെ ഇല്ല കേട്ടോ. ഞാൻ ഈ ലേഖനം എഴുതിയതിനു ശേഷം തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ പിന്നീട് അവിടെ റിപ്പോർട്ട് ചെയ്തപ്പെട്ടില്ല. കാരണം പുതുതലമുറ ഇതിൽ ഭയങ്കരമായിട്ട് അവെയർ ആവാൻ തുടങ്ങി, ഇതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത്, ഇത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ് എന്നൊക്കെയുള്ള സംഗതികൾ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗ സ്വഭാവമുള്ള ഒരു സംഘർഷത്തെ വർഗീയ കണ്ണടയിലൂടെ നോക്കിക്കാണുന്നു എന്ന് മാത്രമല്ല, അതേ വർഗീയ കണ്ണട ഉപയോഗിച്ചിട്ട് മൊത്തം കേരള പൊളിറ്റിക്സിന് ഇവർ നോക്കിക്കാണുന്നു. അപ്പോൾ അവിടെ ലെഫ്റ്റ് സ്വാഭാവികമായിട്ടും ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലുള്ള ആളുകളായിരിക്കും കൂടെ ആയിരിക്കും ലെഫ്റ്റ് നിൽക്കുക. മാത്രമല്ല മറ്റേതിനെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തന്നെ NDF പോലെയുള്ള സംഘടനകളും പിന്നെ മുസ്ലിം ലീഗിൽ തന്നെ അത്തരത്തിലുള്ള ഒരു സ്വാധീനത്തിൻ്റെ ഒരു സാധനമുണ്ട്. പക്ഷേ അവിടുത്തെ ലീഗുകാർക്ക് ഇതില്ല കേട്ടോ, അതും നമ്മൾ ശ്രദ്ധിക്കണം. ഈ നബീസ വിഷയം വന്ന സമയത്ത് നബീസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ടു എന്നൊരു അലിഗേഷൻ വരികയാണ്, വെറുതെ ഒരു റൂമർ സ്പ്രെഡ് ചെയ്യാണ്. അത് നമ്മൾ അയക്കുന്നത് അത് തീവ്ര ഹിന്ദുത്വ ശക്തികൾ എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് അതേ ശൈലിയിൽ
ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അത് സ്പ്രെഡ് ചെയ്യുന്നത്. എന്നിട്ട് അവിടുത്തെ നമ്മൾ ലീഗുകാരുടെ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽ ലീഡേഴ്സ് പറയും, അവർ ലീഗിൻ്റെ ഉന്നതരായ നേതൃത്വത്തോടൊക്കെ പറഞ്ഞു പോലും, നിങ്ങളിങ്ങനെ സ്പ്രെഡ് ചെയ്യല്ലേ, നമുക്കിവിടെ സമാധാനപരമായിട്ട് ജീവിക്കണ്ടേ, ഇല്ലാത്തൊരു സംഗതി എന്തിനാ പറയുന്നതെന്ന്. പക്ഷെ അന്ന് അത് കേൾക്കാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സംഗതികളാണ് ഇവർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു റെപ്പറ്റീഷൻ ആയിട്ട് ഇത് മൊത്തം കേരളത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സമീപനത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ നാദാപുരം ലോബി വന്ന ശേഷം ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ആണെങ്കിൽ അവർക്ക് വേറെയും ചേന്നമംഗലൂരും ശാന്തപുരത്തും ഒക്കെ വേറെ ടീമുണ്ട്. അപ്പോൾ അവരിലൊന്നും ഇത്തരം സാധനങ്ങളില്ല. അപ്പോൾ അവർക്ക് നമുക്കറിയാം അബ്ദുറഹ്മാൻ അബ്ദുള്ള, അവർ നേരത്തെ അവർക്ക് ഇതിൻ്റെ ആളുകളാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഇത്രമേലുള്ളൊരു വർഗീയതയിലേക്ക് അവർ ഉള്ള സമയത്തൊന്നും കൊണ്ടുവരുന്നില്ല. അപ്പോൾ അവരൊക്കെ ഇവർ ഒതുക്കിയിട്ടാണുള്ളത്. മോദി അദ്വാനിനെ ഒതുക്കി എന്ന് പറയുന്ന പോലെ മുകളിലേക്ക് അഡ്വൈസർ ആക്കിയിട്ട് അവരുടെ ഡേ ടു ഡേ സാധനങ്ങളൊന്ന് മാറ്റി നിർത്തുന്ന ഒരു സമീപനം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇടതുപക്ഷത്തെ ഇടത് ഹിന്ദുത്വമാണെന്നും പറഞ്ഞിട്ട് ചിത്രീകരിച്ചിട്ട് പിന്നെ അവിശ്വാസം കുത്തി നിറച്ചിട്ട് ഈ പറഞ്ഞ പോലെ എന്നിട്ട് മുസ്ലിം ലീഗിലേക്ക് നുഴഞ്ഞു കയറുക, അതുവഴി UDF എന്നിട്ട് അതിലിപ്പോൾ മുസ്ലിം ലീഗിൽ വരുന്ന പൊളിറ്റിക്സ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. കാസർഗോഡ് സെയിം സാധനം, ഒരു സ്ത്രീ പള്ളി പൊളിക്കുന്നേ ഓടിവായോ എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയ സാധനം. അപ്പം ഈ സാധനം എല്ലായിടത്തേക്കും പരത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. കേരളത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഇല്ല, കേരളത്തിലൊരു വർഗീയ സാഹചര്യം ഇല്ല ഈ സമയത്ത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഉത്തരേന്ത്യയെ നോക്കി ഇവിടെ വർഗീയത ഉണ്ടെന്ന് വെറുതെ ഇവർ ഒരു ഭീതി പരത്തുകയാണ്, ഇരവാദം മുഴക്കിയിട്ട്. അത് ഉള്ള സമാധാനം കൂടെ കളയാനുള്ള ഒരു സമീപനമാണ് അവർ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്താൽ തന്നെ നോക്കുക, ഇവിടെ ഭയങ്കര ഇസ്ലാമോഫോബിയ വരുന്നു, കാസ പോലെയുള്ള സംഘടനകൾ വരുന്നു, BJP ശക്തിപ്പെടുന്നു എന്നൊക്കെ ഒരു നരേറ്റീവ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്നും ഉണ്ടായില്ല. മുസ്ലിംസാണ് പോളറൈസ് ചെയ്തത്. മുസ്ലിം വോട്ടിൻ്റെ ഏകീകരണം ഭയങ്കരമായിട്ടുണ്ടായി, മറ്റു സമുദായങ്ങളൊന്നും ഏകീകരിച്ചിട്ടില്ല. BJP വേണ്ടത്ര നേട്ടം ഉണ്ടാക്കിയിട്ടില്ല, ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ മുസ്ലിം സ്വത്വവാദമാണ് കേരളത്തിൽ വളർന്നു വരുന്നത്. പക്ഷേ ഇതാരും പറയുന്നില്ല. നമുക്ക് ഒരു ഓപ്പണായിട്ട് പറയാൻ പറ്റും, കാരണം നമ്മളെ സംബന്ധിച്ച് ഞാനൊരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സാധനങ്ങൾക്കാരൊന്നും നമുക്കിത് പറയാൻ ആരും പേടിക്കേണ്ടിയില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഞാൻ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഒത്തിരി സാമ്പത്തിക ഇൻട്രസ്റ്റും മറ്റും എല്ലാം കെട്ടിപ്പണഞ്ഞു കൊടുക്കൊണ്ടായിരിക്കും. ഇവിടുത്തെ ഒരു ഇൻ്റലിജൻഷ്യോ സിവിൽ സൊസൈറ്റിയോ ഒന്നും ഇതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല. ഈ മുസ്ലിം സ്വത്ത് രാഷ്ട്രീയത്തെ നിങ്ങളിവിടെ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് വർഗീയമായിട്ട് പോളറൈസ് ചെയ്യപ്പെടുകയും അടുത്തത് ഈ പറയുന്ന പോലെ BJP ഒക്കെ തന്നെയായിരിക്കും ഇവിടെ അധികാരത്തിൽ വരിക. അത്തരത്തിലുള്ളൊരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആയിരിക്കും പിന്നീട് ഇവിടെ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുക, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴും ഇപ്പോൾ വെള്ളാപ്പള്ളി അവിടുന്ന് പറയുന്നു, ഇതിന് വെള്ളാപ്പള്ളി കാറിൽ കയറി എന്നും പറഞ്ഞിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്നു. സത്യത്തിൽ അതിൽ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ ഇത് കയറുന്നതിൽ വിഷയമില്ല. പക്ഷേ ഈ വെള്ളാപ്പള്ളി ഒരു പിന്നാക്ക സമുദായ നേതാവും കൂടെയാണ്. അത് കുറച്ച് കോൺട്രവേഴ്സിയാണ്. പുള്ളി പറയുന്നതിൽ ചെറിയൊരു വർഗീയതയുടെ ഒരു എലമെൻ്റ് ഇല്ല എന്ന് ഞാൻ പറയുന്നത്. ഞാനതിനെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ അത്തരം സംഭവങ്ങളെ, അതുപോലെ സജി ചെറിയാൻ പറഞ്ഞ സംഭവം, സജി ചെറിയാൻ പറഞ്ഞത് രണ്ട് വർഗീയതയെ ഏറ്റുമുട്ടുമ്പം അതിൻ്റെ ഇടയിൽ മിഡിൽ ഗ്രൗണ്ട് എടുക്കുന്ന സെക്കുലറായി നിൽക്കുന്ന ആളുകളെ സ്പേസ് കിട്ടുന്നില്ല. ഇവർ രണ്ടുപേരും പരസ്പരം പോരടിച്ചിട്ട് ഇവർ രണ്ടുപേരും കളം നിറക്കുകയാണ്. സെക്കുലറായിട്ട് ചിന്തിക്കുന്ന ലെഫ്റ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഇവിടെ പിന്നെ സ്പേസേ ഇതായി പോകുന്ന സാഹചര്യങ്ങൾ ചില പോക്കറ്റുകളിലെങ്കിലും വന്നു തുടങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മൊത്തം സംസ്ഥാനത്തിലേക്ക് വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം, അത് നമ്മൾ ജാഗ്രത പാലിക്കണം എന്നൊരു സംഗതിയാണ്. പക്ഷെ അത് അപ്പോഴേക്ക് മലപ്പുറം എന്നുള്ള പേരെടുത്തിരുന്നു. ഇത് മുസ്ലിംസിനെതിരിൽ പറയുന്നതാണ്, ഇത് വർഗീയതയാണ്, ഇത് BJPയുടെ അതേ ഭാഷയാണ്, ഇത് RSSൻ്റെ അതേ ഭാഷയാണ്, ഇത് സംഖ്യയാണ്, ഇത് ഹിന്ദുത്വയാണ് എന്ന് പറഞ്ഞിട്ട് അതേ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി നമ്മൾ നോക്കേണ്ടത്, ഇവർ ഇരവാദത്തിലൂടെയാണ് വളരുക അവിടെ ഇവിടെ. എന്നാൽ ഇവർ ഇരകൾക്ക് വേണ്ടി ഒന്നും ചെയ്യയില്ല. ഇത് ഇരകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഈ പറയുന്ന പോലെ ഇത്തരം സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോകാനുണ്ടാവുക. ഇപ്പം ഒരു ആൾക്കൂട്ടം, ഇതൊക്കെയാണ് ഇവർ ഭയങ്കരമായിട്ട് പറയുക, ആൾക്കൂട്ട കൊല, അവിടെ ബുൾഡോസർ, ഇത് അവിടെയൊക്കെ എത്തുന്നത് സെക്കുലർ പ്ലാറ്റ്ഫോമിലുള്ള ആളുകളായിരിക്കും അധികം എത്തുക. ഈ പറയുന്ന ആളുകൾ അതിനൊന്നും കാണില്ല. ഇവർ ഇത് പറഞ്ഞിട്ട് പൈസ പിരിക്കും ഗൾഫിൽ പോയിട്ട്. ഒരു സംഭവം വന്നാൽ അവരതിനൊന്നും കാണില്ല. ഇവർക്കെതിൽ സംസാരിക്കുന്നവരെ സംഖ്യയാക്കും. ഈ സംഖ്യ എന്ന് വിളിക്കുന്നവരായിരിക്കും ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലൊരു തീവ്ര ഹിന്ദുത്വ സംഭവങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ ഈ സെക്കുലർ ആയിട്ടുള്ള ആളുകളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതൊരു സാമ്രാജ്യത്വത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. ഇത് കൊണ്ടുവരുന്നത് വർഗീയതയാണ്. അതിപ്പം മധുരത്തിൽ പൊതിഞ്ഞാണുള്ളത്. അത് പ്രത്യേകിച്ച് യുവാക്കളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളിലാണ് ഇത് ഇൻജെക്ട് ചെയ്തിട്ടുള്ളത്. അത് മാധ്യമത്തിൻ്റെയും മീഡിയ വണ്ണിൻ്റെയും സ്വാധീനം അതിൽ ഭയങ്കരമാണ്. മാത്രമല്ല അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തതാണ്. ഞാൻ ഈ ലെഫ്റ്റനൽ ലീഡേഴ്സിനെ, മുസ്ലിം ലീഗിൻ്റെ ലീഡേഴ്സിനെ കാണുമ്പോൾ പോലും ഞാൻ പറയാറുണ്ട്, ഇത് ഐഡിയോളജിക്കലി ഫൈറ്റ് ചെയ്യേണ്ട സംഭവമായിരുന്നു ലീഗിനകത്ത് തന്നെ. ഇപ്പോൾ മുനീർ സാഹിബിനെ CHൻ്റെ മകനാണ്, മുസ്ലിം ലീഗ് വളർത്തിയ ആളാണ്. അദ്ദേഹത്തിനെതിരിൽ സൈബറിൽ ഉണ്ടായിട്ടുള്ള ഒരു അറ്റാക്ക് നമ്മൾ നോക്കുക, എത്ര ഭീകരമായിട്ടാണ്. ഓക്കെ, അദ്ദേഹത്തിന് അസുഖമാണ്, മത്സരിക്കാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹത്തോട് പാണക്കാട് തങ്ങൾ പറയാണ് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനിച്ച് പറയണം, അദ്ദേഹം അത് കേട്ട് നിൽക്കും. അദ്ദേഹത്തെ സംബന്ധിച്ച് പൊളിറ്റിക്കലി വളരെ ആക്റ്റീവായി നിൽക്കുക. അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ മാത്രം മതി പൊളിറ്റിക്സിൽ ഇറങ്ങാൻ, കാരണം അത്രയും പ്രതിഭാശാലിയായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്.
പക്ഷെ അപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഒതുക്കുന്നത്, അദ്ദേഹത്തിന് അസുഖം പറഞ്ഞിട്ട് ഒതുക്കുന്നതല്ല, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയാണ് ഇവർ ഒതുക്കാൻ ശ്രമിച്ചത്. മറ്റതാണെങ്കിൽ അദ്ദേഹത്തോട് നല്ലോണം പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും. ഇത് അതല്ല ഉണ്ടായിട്ടുള്ളത്. ഇത് അദ്ദേഹത്തെ ഐഡിയോളജിക്കലി ഒതുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ലീഗിനകത്ത്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു ഇത് വന്നു, അതായത് രാഷ്ട്രീയ ഇസ്ലാം വൽക്കരിക്കപ്പെടുന്നതിനെ എതിർക്കുന്നത്, അത് CH പോയി അത് വേണ്ട, ലീഗിൻ്റെ ഒരു മോഡറേറ്റ് ക്യാരക്ടർ എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന സാധനം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ട്രഡീഷണൽ ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അതിനി വേണ്ട, ഇതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ അപ്രമാദിത്വം ആയിരിക്കണം ഇതിൽ എന്നൊരു സാധനം. ഇപ്പോൾ സമസ്തയായിട്ടുള്ള വിഷയം പോലും ഇതെന്തോ ലീഗ് വിരുദ്ധ സാധനം എന്നുള്ള രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത്. അതിവർക്ക് ലീഗുമായിട്ടൊരു പ്രശ്നമില്ല. ആ വോട്ടൊന്നും CPM ഇവർക്ക് കിട്ടാനും പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ലീഗിൻ്റെ കൂടെ തന്നെ അടിയുറച്ച് നിൽക്കും. ആ ഫൈറ്റ് ലീഗിനെതിരുള്ളതല്ല, അത് ലീഗിൽ വരുന്ന മൗദൂദിവൽക്കരണത്തിനെതിരിലുള്ള ഒരു വലിയൊരു ഇതിൽ റെസിസ്റ്റൻസ് ആണ്. പക്ഷെ അവർക്കത് എക്സ്പ്രസ് ചെയ്യാനും അറിഞ്ഞൂടാ. ഈ പറഞ്ഞ അവർക്ക് അതിനുള്ള വോയിസും ഇല്ല, മീഡിയ ഒന്നും അതിന് ആ രീതിക്ക് കാണുന്നുമില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഈ സമുദായത്തിനകത്ത് തന്നെ, മുസ്ലിംസ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ ഭയങ്കരമായിട്ട് ഇത് പുകഞ്ഞു വരുന്നുണ്ട്. അത് ഇവരെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പക്ഷേ ഇതിനെ മറിച്ചിട്ട് ഈ മൗദൂദി ഇൻഫ്ലുവൻസിൽ ഒരു പക്ഷേ ലീഗിൽ നിന്ന് മാറ്റാൻ പറ്റിയേക്കാം. അത് പറ്റിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാരണം ഇവർക്ക് എല്ലാ സ്വാധീനമുണ്ട്, സാമ്പത്തികമുണ്ട്, പറഞ്ഞ പോലെ മീഡിയ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർ ഒതുക്കിയിട്ട് ഇവർ തന്നെ മുന്നേറുവാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ കേരള സൊസൈറ്റിയിലുണ്ടാവും. അപ്പോൾ അതാണ് ഇടത് ഹിന്ദുത്വം എന്നുള്ളൊരു നരേറ്റീവൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി. അതാണ്. അതിൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അവിശ്വാസം കുത്തി നിറക്കുക, എന്നിട്ട് സെക്യുലർ പ്ലാറ്റ്ഫോമുകൾ ഇവർ തകർക്കുക, എന്നിട്ട് ഇവിടെ വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾ സൃഷ്ടിക്കുക, അങ്ങനെ രാഷ്ട്രീയം പോവുക. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുക, ഇവർക്ക് രണ്ടുപേർക്കും അതായത് വിഭജന രാഷ്ട്രീയം കളിക്കുക, വിഭജിച്ച് നിർത്തുക, ഇവരുടെ അധികാരവും മറ്റ് സമ്പത്തും ഇവർ കേന്ദ്രീകരിക്കുക. ആ ഒരു ലക്ഷ്യമാണ് ഇവർക്കുള്ളത്.